मेरे प्यारे बच्चों, आज सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിലെ ക്ലാസ്സുമായിട്ടാണ്, അതായത് SLC പഠിക്കുന്ന മക്കളുടെ ക്ലാസ്സുമായിട്ടാണ് ടീച്ചർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്ന മറ്റൊന്നിനുമല്ല, യൂണിറ്റ് 1 അതായത് ഇക്കായി ഏക്കിലെ ലെസൺ 2 ആൻഡ് 3 പാർട്ട് 2 ആൻഡ് പാർട്ട് 3 അല്ലേ. അപ്പോൾ ആ ലെസണിലെ ഗതിവിധിയ ആക്ടിവിറ്റീസുമാണ്. ഓക്കെ, അപ്പോൾ 2 ലെസൺ ഉണ്ട്. അവിടെ ടൂട്ടാ പഹിയ മാത്രമല്ല, പിന്നെ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ, ആ 2 ലെസണിൻ്റെയും നോട്ട്സുമായിട്ടാണ്. അപ്പം നമുക്ക് നോട്ട്സിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ നോട്ട്സ് നിങ്ങൾ കേൾക്കുമ്പോഴേക്കും നിങ്ങൾ പാഠത്തിലേക്ക് എത്തണം. പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏതു രീതിയിൽ നിങ്ങളോട് ചോദിച്ചാലും അതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ നമുക്ക് അതിന് ഉത്തരം എഴുതാൻ കഴിയണം. അതാണ് ഭാഷയുടെ ഒരു പ്രാധാന്യം തന്നെ. അതുപോലെ നന്നായിട്ട് ശ്രദ്ധിച്ച് അതെല്ലാം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തുണ്ടെങ്കിലും, ക്ലാസ് ഇഷ്ടമായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിലൊന്നും മടി വിചാരിക്കുകയേ ചെയ്യരുത്. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ എല്ലാവരും ആ ടെക്സ്റ്റും നോട്ടും അതുപോലെ പേനയും ഒക്കെ ഒന്ന് എടുത്ത് റെഡിയാകും മക്കളെ. देखिए बच्चों, आइए मेरे साथ. पार्ट 2, ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ അല്ലേ. അതൊരു ടിപ്പണിയായിരുന്നു അല്ലേ. ആരുടേതായിരുന്നു ടിപ്പണി? നരേഷ് സക്സേനയുടെ അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് അതിലെ കുറച്ച് മീനിങ്സിലേക്ക് വരാം. ശബ്ദ ഔർ അർത്ഥ്, വേർഡും അതിൻ്റെ മീനിങ്ങും. ഹതാശ, ഹതാശ മാനെ നൈരാശ്യം, അതായത് നമ്മുടെ നിരാശ. മൗലികത, മൗലികത മാനെ സർഗാത്മകത. നെക്സ്റ്റ് അനഘടത, അനഘടത നിശ്ചിത രൂപമില്ലായ്മ, അതായത് ഒന്നിനും ഒരു നാം വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു രൂപം നമ്മുടെ മനസ്സിലില്ലാത്ത ഒരവസ്ഥ. നെക്സ്റ്റ് സിദ്ധ്, സിദ്ധ് മാനെ വിജയിച്ച. നെക്സ്റ്റ് സഹജ്, സഹജ് സ്വാഭാവികമായ. നെക്സ്റ്റ് ദർക്കാർ, ദർക്കാർ മാനെ ആവശ്യകത. ജാനി പഹച്ചാനി, ജാനി പഹച്ചാനി എന്ന് വെച്ചാൽ നമുക്ക് പരിചിതമായ ഒരു കാര്യം. രൂഢി, രൂഢി മാനെ സമ്പ്രദായം, തികച്ചും അനുവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. തോടിന പൊട്ടിക്കുക. ഓഹദ, ഓഹദ എന്ന് പറഞ്ഞാൽ റാങ്കാണ്, പദവി, ഡെസിഗ്നേഷൻ. അസഹായത, അസഹായത നിസ്സഹായാവസ്ഥ. സങ്കട്, ബുദ്ധിമുട്ട്. മുസീബത്ത്, പ്രയാസം, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ. ശരൂരത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം. യാദ് ദിലാന, യാദ് ദിലാന എന്ന് പറഞ്ഞാൽ നാം ഓർമ്മിപ്പിക്കുക. ബയാൻ കർണ, ബയാൻ കർണ എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ച് വർണ്ണിക്കുക. ബാരീഖ്, ബാരീഖ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ. കാരികാരി, കലയിലുള്ള കഴിവ്, കലാചാതുര്യം. ഹാത്ത് ബഡാന, എന്താണ്? കൈ നീട്ടുക, ഹാത്ത് ഫൈലാന. ലോക് ഗീത് മാനെ നാടൻ പാട്ട്. സ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്നത്. ഗീതാത്മകത, ഗാനാത്മകത. ഖൂബി, പ്രത്യേകത. ആഖിരി, അവസാനത്തെ. ജുബാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്, നാക്ക്, നമ്മുടെ നാക്കിൽ നിന്ന് വരുന്ന ആ ഒരു വർത്തമാനം, അതാണ്. രൂഢീഗ്രസ്ത്, യാഥാസ്ഥിതികമായ, തികച്ചും യാഥാസ്ഥിതികമായിട്ടുള്ള രീതി. സഖൻ മാനെ പുഷ്ടമായ. അഹസാസ്, അനുഭവം. മാനവീയ സംവേദന, മാനവികമായ, നമ്മുടെ മാനുഷികമായ സഹാനുഭൂതി. ആകെ ചലെ. ആദ്യം നമുക്ക് ചില ക്വസ്റ്റ്യൻ ആൻസറുകളിലേക്ക് പോകാം. नाम, पदा, उम्र, पद आदि के नाम से व्यक्ति को जानना नहीं. लेखक की इस व्याख्या से आप कहाँ तक सहमत है? ഇപ്പോൾ ലേഖക ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ലേഖകയായ നരേഷ് സക്സേന ഇവിടെ എന്താണ് നമ്മോട് പറഞ്ഞത്? നാം, പദ, ഉമ്ര ആദി, പേരും അഡ്രസ്സും വയസ്സും അതുപോലെ പദവിയും ഒക്കെ പറയുന്നതിലൂടെ വ്യക്തിക്കോ ജാന്ന, അതിലൂടെ വ്യക്തിയെ അറിയുന്നത് യഥാർത്ഥത്തിലുള്ള ജാന്ന, അറിയുക അല്ല.
എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. ലേഖകൻ്റെ ഈ വ്യാഖ്യയോട് ആപ് കഹാൻ തക് സഹമത്ത് ഹേ, നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിക്കും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങളും മാമും ഒക്കെ എന്ത് ചെയ്യുന്നു? കവി പറയുന്നത്, അല്ല സോറി, ഇവിടുത്തെ ലേഖകൻ പറയുന്നതിനോട് യോജിക്കുന്നു. കാരണം ഒരിക്കലും ഒരാളിനെ പദവിയിലൂടെയും അവരുടെ ആ ഒരു സ്ഥാനത്തിലൂടെയും അല്ല മനസ്സിലാക്കേണ്ടതെന്ന് ലേഖകൻ പറഞ്ഞു. ശരിക്കും നാം അതിനോടൊപ്പം യോജിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങളും ടീച്ചറും ഒക്കെ അതിനോടൊപ്പം യോജിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ആൻസർ എഴുതാം. ആത്മീകോ ജാന്ന കേവൽ ഉസ്കെ നാം പദ ഉമ്ര ആദി കെ നാം സെ ജാന്ന നഹീം. ഇവിടെ നമുക്ക് എളുപ്പമുണ്ട്. കാരണം ആ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം അല്ലേ? അത് അങ്ങനെയുള്ള അറിവല്ല. പിന്നെയോ ഉസ്കി ഹതാശ, ആ വ്യക്തിയുടെ ഹതാശ, ഹതാശയും അതോടൊപ്പം നിരാശയും അസഹായതയും അതോടൊപ്പം ഉസ്കെ സങ്കട, അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും ഒക്കെ ജാന്നാഹി സച്ച ജാന്നാഹെ, അതാണ് യഥാർത്ഥ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേ ഇസ്സെ സഹമത്തുവും, ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. അപ്പം ഇതിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. പിന്നെ ഈ ലെസണിൽ നിങ്ങൾ എപ്പോഴും ഇതിലെ സെക്കൻഡ് ലെസൺ നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്ത് തന്നെ വച്ചേക്കണം. അതായത് ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, യാ സങ്കട്, ഉസ്കെ സങ്കട് സെ ജാന്നാ ഹി സച്ച ജാന്നാ ഹി, ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ആइए मेरे साथ दूसरा सवाल देखें. നോക്കൂ മക്കളെ, വ്യക്തി കോ ജാന്ന ഓർ ഹതാശ കോ ജാന്ന കാ മത്ലബ് ക്യാ ഹെ. വ്യക്തിയെ മനസ്സിലാക്കുക, അതുപോലെ ആ വ്യക്തിയുടെ ഹതാശ മനസ്സിലാക്കുക, അത് രണ്ടും അറിയുക എന്നതിൽ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? व्यक्ति को जानना केवल उसके नाम, पद, उम्र, पद आदि के नाम से जानना नहीं है. उसकी हताशा, निराशा, असहायता या संकट उसके संकट से जानना ही सच्चा जानना है. അപ്പോൾ വ്യക്തിയെ അറിയുക അല്ലെങ്കിൽ ആ ഹതാശയെ അറിയുക എന്നതുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്ന സെയിം മാറ്റർ തന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലും പറയാൻ സാധിക്കും. അതായത് ടീച്ചർ പറയുന്ന കാര്യം വ്യക്തമായി ശ്രദ്ധിക്കുക. ഇത്രയും ഭാഗം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഈ ലെസണിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ ഭാഗം ഉപയോഗപ്പെട്ടിരിക്കും. അത് ഷുവറാണ്, 100% ഷുവറാണ്. ആइए मेरे साथ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ഈ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളിൽ, ഈ പ്രസ്താവനകളിൽ കറക്റ്റായിട്ടുള്ളത് എഴുതുക. നോക്കൂ, ആദ്യത്തെ പ്രസ്താവ് എന്താണ്? പാല പ്രസ്താവ് ക്യാ ഹേ? കവി ഓർ വ്യക്തി ഏക ദൂസരെ കോ ജാനത്തെ थे. കവിയും വ്യക്തിയും പരസ്പരം അറിയാമായിരുന്നു, കവിക്കും വ്യക്തിക്കും പരസ്പരം അറിയാമായിരുന്നു എന്നതാണ് ആദ്യത്തെ പ്രസ്താവന. ദൂസര പ്രസ്താവ് ക്യാ ഹേ? വ്യക്തി കവി കോ ജാനതാ ഥ. വ്യക്തി കവി കോ ജാനത, വ്യക്തിക്ക് കവിയെ അറിയാമായിരുന്നു എന്നതാണ് ദൂസര പ്രസ്താവ്. ഓക്കെ. തീസര പ്രസ്താവ് ക്യാ ഹേ? കവി വ്യക്തിക്ക് ഹതാശ കോ ജാനതാ ഥ. കവിക്ക് വ്യക്തിയുടെ ഹതാശയെ അറിയാമായിരുന്നു, വ്യക്തിയുടെ മനസ്സിലെ ആ ഒരു വിഷമം ആർക്കറിയാമായിരുന്നു? കവിക്ക് അറിയാമായിരുന്നു. ചൗദ പ്രസ്താവ് ക്യാ ഹേ? വ്യക്തി കവിക്ക് ഹതാശ കോ ജാനതാ ഥ. വ്യക്തിക്ക് കവിയുടെ ഹതാശയെ അറിയാമായിരുന്നു. ഏതാണ് കറക്റ്റ് പ്രസ്താവന? ബോലിയം ജി ഹാം, തീസര സഹി പ്രസ്താവ് ഹേ. കവി വ്യക്തിക്ക് ഹതാശ കോ ജാനത. കവിക്കും വ്യക്തിക്കും പരസ്പരം അറിയില്ലായിരുന്നു. വ്യക്തി കവിയെ അറിയില്ലായിരുന്നു, കവി വ്യക്തിയെ അറിയില്ലായിരുന്നു. വ്യക്തിക്ക് കവിക്ക് വിഷമമുണ്ടാന്ന് അറിയില്ലായിരുന്നു, പക്ഷെ കവിക്ക് വ്യക്തിയുടെ വിഷമം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതാണ് അതിലെ കറക്റ്റായിട്ടുള്ള പ്രസ്താവ്. ആകെ ചെലെ ആശയ സമച്ചയും സഹി മിലാൻ കരയും. താഴെ കൊടുത്തിരിക്കുന്ന ആ സെൻറ്റൻസുകൾ നിങ്ങൾ ആശയം മനസ്സിലാക്കി ഇത് പരസ്പരം മാച്ച് ചെയ്യാനാണ്. സഹി മിലാൻ കരയും മാനെ മാച്ച് ചെയ്യാൻ. നോക്കൂ, സടക്ക് പർ ഘായൽ പടേ വ്യക്തിക്കോ, റോഡിൽ മുറിവേറ്റ് കിടന്ന വ്യക്തിക്ക് എന്താണ് ആവശ്യമെന്നാണ് ആദ്യത്തെ ഒരു സെൻറ്റൻസിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏതെടുത്ത് എഴുതാം? ഘായൽ വ്യക്തി മുസീബത്ത് മേ ഹേ, മുറിവേറ്റ വ്യക്തി എന്താണ്? നിസ്സഹായ അവസ്ഥയിലാണ് അല്ലെ, അപകട അവസ്ഥയിലാണ്, കഷ്ടതയിലാണ് ആ വ്യക്തി നിൽക്കുന്ന, മുറിവേറ്റ വ്യക്തി. ഇപ്പം അടുത്തതാണെങ്കിലോ, സഹായതാക്കി ശരീരത്ത് ഹേ, ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്
അല്ലേ? അടുത്ത ഹമാര കർത്തവ്യ ഹേ, നമ്മുടെ കർത്തവ്യമാണ്. ലാസ്റ്റ് ഉസ്കി ഹതാശ നിരാശ ഓർ സങ്കട സെ ജാൻനാ ഹേ. ഹതാശ അതായത് ആ വ്യക്തിയുടെ സങ്കടവും നിരാശയും ഒക്കെ അതാണ് അതിലൂടെ അറിയുക എന്നതാണ്. അപ്പൊ ഇവിടെ സടക്ക് റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? പറയൂ മക്കളെ. ജി ഹാം, സഹായത്തിന്റെ ആവശ്യമുണ്ട് അല്ലേ? അപ്പൊ സഹായിതാക്കി ജരൂരത്ത് ഹേ, അങ്ങോട്ട് അതിനെ മാച്ച് ചെയ്യണം. അപ്പൊ എഴുതുമ്പോൾ സെന്റൻസ് ഈ രണ്ട് സെന്റൻസ് കൂടെ കമ്പൈൻ ചെയ്ത് താഴെ എഴുതാം. അടുത്ത സെക്കൻഡ് നോക്കൂ. ഹം ജാൻതേ ഹേ കി, നമുക്കറിയാം. എന്ത് നമുക്കറിയാം? മുറിവേറ്റ വ്യക്തി എങ്ങനെയാണ്? മുസീബത്തുമേം ഹേ, ആ വ്യക്തി അപകടത്തിലാണ്. മുറിവേറ്റ് കിടക്കുന്ന വ്യക്തി എന്താണ്? മുസീബത്തുമേം പടേഹേം, അത് നമുക്കറിയാം അല്ലേ? അപ്പൊ ആ വ്യക്തിക്ക് മുസീബത്തിൽ ആയിരിക്കുന്ന വ്യക്തിക്കാണ് സഹായത്തിന്റെ ആവശ്യമുള്ളത്. അത് നമുക്കറിയാം അല്ലേ? അപ്പൊ ഹം ജാൻതേ ഹേ കി ഘായൽ വ്യക്തി മുസീബത്ത് ഹേ. അതാ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമാണ്. അത് ആർക്കും അറിയാം. തീസര വാക്യ ക്യാ ഹേ? കിസി വ്യക്തിക്കോ ജാൻനാ കാ മതലബ്. വെരി ഗുഡ്. അത് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ അറിയാം അല്ലേ? കഴിഞ്ഞ തവണ ടീച്ചർ പറഞ്ഞു, അത് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നിങ്ങൾക്കത് ഈസി ആയിട്ട് പറയാൻ സാധിച്ചു. ഉസ്കി ഹതാശ നിരാശ ഓർ സങ്കട് സെ ജാൻനാ ഹേ. नेक्स्ट നോക്കൂ. अंतिम वाक्य क्या है? हताशा व्यक्तियों की സഹായത करना ജി ഹാം ഹമാര കർത്തവ്യ ഹേ. അപ്പൊ സഹായമുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? സങ്കടമുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ സഹായിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. മനസ്സിലായല്ലോ? ആകെ ചലേ. देखिए बच्चों, कविता के शिल्प पक्ष पर लेखक के क्या क्या निरीक्षण है? ഇത് മിക്കവാറും ഇത് സാധാരണ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കവിതയുടെ ശില്പപക്ഷത്തിൽ, അപ്പൊ ഏത് കാര്യത്തിനും അതിനെക്കുറിച്ചൊരു ആശയം കവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അല്ലേ? അപ്പൊ ആ ഒരു ശില്പപക്ഷത്തിന് ലേഖകന്റെ നിരീക്ഷണം എന്താണ്? കവിത ഗദ്യമേ ലിഖി ഹുയി ഹെ. കവിത എന്താണ്? ഗദ്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. കവിതാമേ ഗീതാത്മകത ഹെ, എന്നാൽ അതിൽ എന്തുണ്ട്? ഗീതാത്മകതയുണ്ട്, ഗാനാത്മകതയുണ്ട്. പിന്നെയോ ജാൻതാഥ ഓർ നെഹീൻ ജാൻതാഥ. അതിലെന്തൊക്കെയാണ് പറയുന്നത്? നാം നേരത്തെയും അത് ആവർത്തിച്ചു പറഞ്ഞു. ജാൻതാത്ത നെഹീൻ ജാൻതാത്ത, ഈ രണ്ട് കാര്യത്തിൽ നിന്നാണ് ആ കവിത ഉത്ഭവിച്ചിരിക്കുന്നതും അതുപോലെ അതിലൂടെ മാത്രമാണ് ആ കവിത പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രയോഗം പ്രയോഗ് അധിക ആകർഷൺ ബനാഹെ, അത് വളരെ ആകർഷണീയമാക്കിയിരിക്കുന്നു. കാരണം ആരും ചിന്തിക്കാത്ത തരത്തിലേക്ക് അത് പോയിരിക്കുന്നു. പങ്ക്തിക്ക് അന്തിം ശബ്ദ ശ്രോതാക്കെ മൻമേ അപ്പിനെ ആപ്പ് ഹി ആ ജാത്താ ഹെ. ഈ ലൈൻസിന്റെ അന്തിം ശബ്ദം, അവസാന വേർഡ് എത്തുമ്പോഴേക്കും ശ്രോതാക്കെ മന്മേക്ക്, ശ്രോതാവ് കേൾക്കുന്ന ആ വ്യക്തി, ഞാനും നിങ്ങളും ഒക്കെ കേൾക്കുന്നവരാണ്. നമ്മുടെ മനസ്സിൽ അപ്പിനെ ആപ്പ് ഹി ജാത്താഹെ, ആ വ്യക്തി നമ്മളായി മാറുന്നു. ഓക്കെ, അവിടെയാണ് കവിതയുടെ ഏറ്റവും മനോഹരമായ ആകർഷണീയത. അതായത് ഇതിൽ കാണുന്ന ആ വ്യക്തി നാം ഓരോരുത്തരും ആകുന്നു. അങ്ങനെയല്ലേ മക്കളെ? തീർച്ചയായിട്ടും ആണ് അല്ലെ? ആകെ ചലെ മേരെ സാത്ത് ആയിയേ. मनुष्य में मानवीय संवेदना का होना अनिवार्य है. क्या आप इससे सहमत है? മനുഷ്യരുടെ മനസ്സിൽ മാനവീയ സംവേദന, മാനുഷിക സംവേദനകളെ കുറിച്ച്, മാനുഷികമായ നമ്മുടെ ഒരു വികാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഉണ്ടാകേണ്ടത്. അപ്പം മാനുഷിക മൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇസ്സെ ഇസ്സെ സഹമത്ത് ഹേ, ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് യോജിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും യോജിക്കാൻ സാധിക്കും അല്ലേ? അപ്പൊ നോക്കും, മനുഷ്യ സാമാജിക പ്രാണി. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ, അത് നാം എപ്പോഴും നമ്മുടെ എസ് ഒക്കെ പഠിക്കുന്നത്. കാരണം ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ആരോടൊരു ബന്ധമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. സമാജിക്കെ സദസ്യോം കോ, സമാജിക്കെ സദസ്യോം കോ, സമൂഹത്തിലെ സദസ്യമാനെ മെമ്പേഴ്സ്, അംഗങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും എന്ത് ചെയ്യുക? നാം പദ ഉമ്ര ഓഹദ ജാതി ആദി കെ നാം സെ ജാന്ന നഹീം ഹേ. അതായത് ഈ സമൂഹത്തിലെ വ്യക്തികളെ, ഓരോ വ്യക്തികളെയും അവരുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, ഓഹദ അവരുടെ പദവി, അവരുടെ റാങ്ക്, അവരുടെ പദവി, അവരുടെ ജാതി, ഇങ്ങനെ എക്സെട്ര, ഇതിൻ്റെ എല്ലാം പേരിൽ ജാന്ന അറിയുക, യഥാർത്ഥത്തിലുള്ള ജാന്ന നഹീം ഹേ. ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള സെന്റൻസ് ആണ് അല്ലേ? ടീച്ചർ പറഞ്ഞു ഓർക്കുന്നല്ലോ. ഉസ്കി നിരാശ അസഹായത ആദിക്കോ ജാന്ന ഹേ. അപ്പൊ അതല്ല നാം യഥാർത്ഥ അറിവ്. ഏതാണ്?
ആ വ്യക്തിയുടെ നിരാശയെയും അസഹായതയെയും ഒക്കെ അറിയുന്നതാണ് യഥാർത്ഥ ജാന്ന. ഓക്കെ, ഇതെല്ലാം ആ ഒരു ഭാഗത്ത് വരുന്ന ഇത്ര കാര്യം മാത്രമാണ് ഈ കവിതയിൽ എപ്പോഴും വരുന്ന ആൻസർ. യഹി മാനവീയ സംവേദന ഹെ, ഇതാണ് മാനവീയ സംവേദന. എത്ര നന്നായിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കും. കവിക്ക് ഈ ശ്രായിസെ മെയിൻ സഹമത്വം, കവിയുടെ ഈ അഭിപ്രായം, ഈ അഭിപ്രായത്തോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു, സഹമത്വം, ഞാൻ യോജിക്കുന്നു. ഓക്കെ, ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ആകെ ചലേ, ഇവിടെ നിങ്ങൾക്ക് വാക്യ പിരമിഡ് കാണാം. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ആർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു വാക്യ പിരമിഡ് ചോദിക്കാം. പക്ഷെ അത് എഴുതാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവുമാണിത്. ഇവിടെ ഇതാ നോക്കൂ, വാക്യ പിരമിഡ് തന്നിട്ടുണ്ട്. അവിടെ ചേർക്കേണ്ട 2 വേർഡുകൾ, ഒന്ന് സടക്ക് പർ, ഒന്ന് കായലുമാണ് അല്ലേ. നോക്കൂ, ഫസ്റ്റ് ഹംനെ ദേഖ, ഞങ്ങൾ കണ്ടു. അടുത്ത ഹംനെ ഏക് വ്യക്തി കോ ദേഖ, ഞങ്ങൾ ഒരു വ്യക്തിയെ കണ്ടു. ഇവിടെ റോഡിലും അതുപോലെ മുറിവെന്നുമാണ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മുറിവ് എടുത്ത് ആദ്യം ചേർക്കാം, എന്നാലല്ലേ റോഡിൽ മുറിവേറ്റ് പിന്നെ ചേർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെ എഴുതാം, ഹംനെ ഏക് ഘായൽ വ്യക്തിക്കോ ദേഖ. ഇവിടെ ചേർക്കാൻ ഒരു പാടുമില്ലല്ലേ, ഹംനെ ദേഖ എന്നുള്ളതിന് ഹംനെ ഏക് വ്യക്തിക്കോ ദേഖ അവിടെ ഉണ്ട്. അടുത്ത ഹംനെ ഏക് വ്യക്തിയുടെ തൊട്ടു ഫ്രണ്ടിൽ ആ വ്യക്തിയെ ഘായൽ വ്യക്തിക്കോ ദേഖ. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ കായലിന്റെ ഫ്രണ്ടിൽ നാം സടക്ക് പറഞ്ഞ് കേൾക്കുന്നു അല്ലേ. ഇപ്പൊ ഹംനെ സടക്ക് പർ ഏക് ഘായൽ വ്യക്തിക്കോ ദേഖ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പൊ നാം ഒന്ന് കണ്ടു, ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി എങ്ങനെയായിരുന്നു, കായൽ, മുറിവേറ്റിരുന്നു, മുറിവേറ്റ വ്യക്തിയെ കണ്ടു. പിന്നെയോ റോഡിൽ മുറിവേറ്റ് കിടന്ന വ്യക്തിയെ കണ്ടു. ഓക്കെ, വളരെ എളുപ്പം നമുക്ക് വാക്യ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ആകെ ചലേ, अब हम പാർട്ട് 3 की ओर चलते हैं. മൂന്നാമത്തെ ലെസണിലേക്ക് നാം പോകുകയാണ്. ലെസൺ കാ നാം ക്യാ ഹേ, ആജി ഹം ടൂട്ടാ ഹുവാ പഹിയ അല്ലേ. നോക്കൂ, കവിതയാണ്, നാം പ്രവൃത്തി കാണിക്കണം. ആരാണ് എഴുതിയത്, ധർമ്മവീർ ഭാരത്. ഇത് രണ്ടും മസ്റ്റായിട്ട് നോട്ട്ബുക്കിൽ കാണണം. അത് കഴിഞ്ഞ് ശബ്ദാർത്ഥം സബ് ഹെഡിങ് കൊടുക്കുക, പിന്നെ മീനിങ് എഴുതുക. ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രം. ഫേങ്കിന, എറിയുക. ദുരൂഹ്, ദുരൂഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ദുരൂഹമായിട്ട്, മലയാളത്തിലെ ദുരൂഹം തന്നെ, അതായത് നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അക്ഷൗഹിണി സേന, അതായത് അക്ഷൗഹിണി സൈന്യം, അത് ടീച്ചർ പറഞ്ഞു തന്നല്ലോ ആ എങ്ങനെയാണ് അക്ഷൗഹിണി സൈന്യം എന്താണെന്ന്. അടുത്ത ചുനൗത്തി ദേന, ചുനൗത്തി ദേന നാം ചലഞ്ച് ചെയ്യുക, വെല്ലുവിളിക്കുക. നെക്സ്റ്റ് ദുസ്സാഹസി, ദുസ്സാഹസി എന്ന് പറഞ്ഞാൽ അപ്പോഴും ടീച്ചർ പറഞ്ഞു മറക്കല്ല്, സാഹസിയുടെ ഓപ്പോസിറ്റ് ഒന്നും അല്ലാതെ സാഹസിയുടെ സെയിം മീനിങ് ആണ്, ധീരൻ എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഖിർജാന, ചുറ്റുക, ചുറ്റപ്പെടുക, വലയം ചെയ്യപ്പെടുക. അപ്നാ പക്ഷ്, തൻ്റെ ഭാഗം. മഹാരഥി, മഹാരഥന്മാർ. നിഹത്ത്, നിരായുധൻ, ആയുധമില്ലാത്ത അവസ്ഥ. ബ്രഹ്മാസ്ത്ര, ബ്രഹ്മാസ്ത്രം, അതായത് ദിവ്യമായ ഒരു അസ്ത്രം. കുചൽന, ചവിട്ടി മെതിക്കുക, അതായത് നാം എന്ത് ചെയ്യുക, പോർവിളിയോടുകൂടി മുന്നോട്ട് നീങ്ങുക. ലോഹാലേന, യുദ്ധം ചെയ്യുക, അതൊരു മുഹാവിതാണ്. അതനുസരിച്ച് നിങ്ങൾ ആ വേർഡിന് ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. സാമൂഹികമായ. സാഹസ, പെട്ടെന്ന്, സാഹസ സഡൻലി. സച്ചായി, സത്യസന്ധത. നോക്കൂ മക്കളെ, അപ്നെ പക്ഷോ അസത്യ ജാനത്തെ ഹുയേ ഭി ബഡേ ബഡേ മഹാരഥി അകേലി നിഹത്തി ആവാസ് കോ अपने ब्रह्मास्त्रों से कुचलतेना चाहिए. इन पक्तियों का आशय अपने शब्दों में लिखे. അപ്പോൾ ഈ ലൈൻസ് നാം പഠിച്ച ലൈൻസാണ് ഇതിൻ്റെ ആശയം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങളുടെ തന്നെ വേർഡ്സുകളിൽ എഴുതാനാണ് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് കൗരവ പക്ഷത്ത് അപ്പനെ പക്ഷക്കോ അസത്യ ഹുയേ. അപ്പനെ പക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കൗരവരുടെ സൈഡിലാണ്. കൗരവരുടെ സൈഡിൽ എന്താണ്, സത്യമാണോ അസത്യമാണോ ഉള്ളത്, ബോലിയെ ജി ഹാ, അസത്യമാണ്. പക്ഷെ അതുപോലെ നിങ്ങൾ ഓർക്കണം, കൗരവന്മാരുടെ പക്ഷത്ത് വലിയ മഹാരഥന്മാരായ പോരാളികൾ, ഭീഷ്മരെ പോലെ സത്യത്തിൻ്റെ പാതയിലൂടെ ചലിക്കുന്ന പലരും ഉണ്ടായിരുന്നു. പക്ഷെ അവരും എങ്ങനെയാണ് ചലിച്ചത്, അസത്യത്തിൻ്റെ പാതയിലൂടെയാണ് ചലിച്ചത്. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കൗരവപക്ഷ അസത്യകാഥ, കൗരവപക്ഷ അസത്യത്തിൻ്റെതായിരുന്നു. അപ്പിനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയേ ഭി, സ്വന്തം പക്ഷത്ത് അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ
ബെഡേ ബെഡേ മഹാരഥിയോംനെ പല വളരെ വലിയ മഹാരഥന്മാരെല്ലാം മിൽക്കർ ഒരുമിച്ച് ചേർന്ന് നിരായുധനായ അഭിമന്യുക്കോ അഭിമന്യുവിനെ എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രോം സേ കുജൽ തേന ചാഹ. അപ്പൊ അവരുടെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം കൊണ്ട് നിരായുധനായി നിന്ന അഭിമന്യുവിനെ അവർ എന്ത് ചെയ്തു? നേരിട്ടു. കുജൽ തേന നേരിട്ടു. പക്ഷേ അവിടെ അവർക്കറിയാം ആ ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്മാറിയോ? ഒരിക്കലുമില്ല. ഏക്ക് നിരായുധ യോദ്ധാപ്പർ ഐസാ കർണ ഉചിത് നഹി. ഒരു നിരായുധനായ വ്യക്തിയിൽ ഈ രീതിയിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ ഒരു കവിതാ ഭാഗത്ത് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇത് സ്വന്തം നിങ്ങൾക്ക് ആ കവിതയിൽ നോക്കിക്കൊണ്ട് തന്നെ അത് സ്വന്തമായിട്ട് അതിൽ നിന്നും സെൻറ്റൻസ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ആകെ ചലേ. നോക്കോ, തബ് मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है. അപ്പം ഇതൊരു നിങ്ങൾക്കറിയാം പൗരാണിക, അതായത് പുരാണ ഭാഗത്തു നിന്നും നമ്മുടെ മഹാഭാരതത്തിൽ നിന്ന് എടുത്ത ഒരു വരികളാണ് അല്ലേ. അവിടെ നിന്ന് എടുത്ത് കവിതയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത് പുരാണത്തിൽ പണ്ട് നടന്ന ഒരു കാര്യമാണ്. അത് ഇന്നത്തെ ഈ കാലത്ത് എത്രത്തോളം യോജിക്കുന്നു എന്നതാണ്, ഇന്നതിന് എത്രത്തോളം അർത്ഥമുണ്ട് എന്നാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം ഇന്നും ഇതിന് അർത്ഥമുണ്ടല്ലേ. ഇവിടെ എന്താണ് പറയുന്നത്? ഗരീബ് और असंगठित लोगों पर आजकल ऊंचे वर्गों के अत्याचार हो रहे हैं. പാവപ്പെട്ടവരും പിന്നെ സംഘടിതമല്ലാത്ത, അതായത് മറ്റുള്ള ഇതിലൊന്നും ചേരാത്ത ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാരുടെ മുകൾ, അതായത് അവരുടെ മേൽ ആജിക്കൽ ഈയിടെ ഊഞ്ചേ വർഗമൊക്കെ വലിയ ആൾക്കാരുടെ അത്യാചാരം, അവരുടെ ഓരോ രീതിയിലുള്ള ആക്രമണങ്ങളും നടക്കുന്നുണ്ടല്ലേ. ഓരോ രീതിയിലുള്ള ദോഷപ്രവർത്തികൾ, ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പോലും പാവപ്പെട്ടവരെ വളരെ ദ്രോഹിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള അത്യാചാരംസെ മുക്തി പാനേക്കയിൽ, ഇങ്ങനെയുള്ള അവരുടെ പ്രവർത്തികളിൽ നിന്നും മുക്തി ലഭിക്കാനായി സാധാരണ ഗരീബ് ലോഗ് മാനവീയ മൂല്യം കാ ആശ്രയ ലേത്തെ ഹെ. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെന്ത് ചെയ്യുന്നു? മാനവീയ മൂല്യങ്ങളെ ആശ്രയിക്കുന്നു. അതുപോലെ യഹാം ബ്രഹ്മാസ്ത്ര അത്യാചാരോം കാ ടൂട്ടാ പഹിയ മാനവീയ മൂല്യവും കാ പ്രതീക ഹെ. എപ്പോഴും നിങ്ങളുടെ ഓരോ ഇതിന് പ്രതീകങ്ങൾ ചോദിക്കുമോ? നിങ്ങൾക്കറിയാം ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അത്യാചാരൻ്റെ പ്രതീകമാണ് അല്ലേ. അപ്പോൾ ആ അത്യാചാരൻ്റെ പ്രതീകം, കാരണം ഈ ബ്രഹ്മാസ്ത്രം ഇരിക്കുന്നത് അസത്യമായ കൗരവപക്ഷത്തെ മഹാരഥന്മാരുടെ കയ്യിലാണ്. അപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് അത്യാചാരങ്ങളാണ് അല്ലേ. അതുപോലെ ഇന്നത്തെ ഉന്നത വർഗങ്ങളും അതേപോലെ അത്യാചാരങ്ങൾ പ്രവർത്തിക്കുന്നു. അതിനെതിരെ സാധാരണ രീതിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആ മാനവീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, അതിനെ ആശ്രയിക്കുന്നു. അതുപോലെ ബ്രഹ്മാസ്ത്ര ഇവിടെ അത്യാചാരാണ്. അതുപോലെ ടൂട്ടാ പഹിയ മാനവീയ മൂല്യം ക പ്രതീക ഹെ. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. അതുപോലെ ചക്രവ്യൂഹം എന്ന് പറയുന്ന സാധാരണ ജനതകളും ആണ്. देखिए, इतिहास की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने, सच्चाई टूटे हुए पहियों का आश्रय ले. इन पंक्तियों से कवि क्या बताना चाहता है? ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതിഹാസ് കി ഗതി ചൂട്ടേ മാർഗ് പർ ചലനെ ലഗത്തി ഹെ തോ സച്ചായി ടൂട്ടേ ഹുയെ പഹിയോം കാ ആശ്രയ ദിലേത്തി ഹെ. ഇവിടെ കവി പറയുന്നത് ഇതിഹാസ് കി സാമൂഹിക ഗതി സഹസ ചൂട്ടി പട് ജാനെ പർ, ഇതിഹാസ് കി ഗതി ചൂട്ടേ മാർഗ് പർ, ചൂട്ടിപ്പടി ജാനെ പർ, അതായത് ഇതിഹാസ ചരിത്രങ്ങളുടെ ആ ഒരു ഗതി, ആ ഒരു ഒഴുക്ക് എങ്ങോട്ടാ മക്കളെ പോകുന്നത്? കള്ളൻ അസത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചലനെ ലഗത്തിഹെ, ചലിക്കാൻ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? സച്ചായി സത്യം എന്ത് ചെയ്യുന്നു? ടൂട്ടേ ഹുയെ പഹിയോം കാ ആശ്രയ ലേത്തേഹ്യം. സച്ചായി എന്ത് ചെയ്യുന്നു? പൊട്ടിയ വീലിനെ ആശ്രയിക്കുന്നു, അതായത് മാനുഷിക മൂല്യങ്ങളെ ആശ്രയിക്കുന്നു. അർത്ഥാത് ആജ്യക്കൽ, അതിൻ്റെ അർത്ഥം കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? കവി എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ആജ്യക്കൽ ഇപ്പോൾ സൻസാർമേ മനുഷ്യത നഹീൻ ദേഖി ജാ സക്തി. ഇപ്പോൾ നമ്മുടെ
ലോകത്ത് സംസാർ ലോകത്തിൽ മനുഷ്യത യാനി മനുഷ്യത്വം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാനവ മൂല്യം കെ സംരക്ഷൺ സേ ഹി സംസാർ കി ഉന്നതി ഹോഗി. മാനവ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ലോകത്തിന് ഉയർച്ചയുണ്ടാകുകയുള്ളൂ. അപ്പം ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, അതുപോലെ പഠിച്ചു വയ്ക്കുക. ഇവിടെ മുതലാണ് ഈ അർത്ഥാത് മുതലുള്ള സെൻറ്റൻസ് ആണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണണം. അതായത് ആജ്കൽ സംസാർ മേ മനുഷ്യത നഹീ ദേഖി ജാ സക്തി, മാനവ മൂല്യോം കെ സംരക്ഷൺ സേ ഹി സംസാർ കി ഉന്നതി ഹോഗി. ആകെ ചലേ. കുചൽ ദേനെ കാ മത്ലബ് ക്യാ? കുചൽ ദേന എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ശത്രുക്ക സർവനാശ് കർണ, ശത്രുക്കളെ സർവനാശം വരുത്തുക. അപ്പൊ കുചൽ ദേന എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ബോലിയെ മേരെ സാത്ത്, ശത്രുക്ക സർവനാശ് കർദേന. ഓക്കെ. അടുത്ത ലോഹാലേന. ലോഹാലേന എന്നുള്ള ഇതൊക്കെ തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളോട് മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് വരുന്നതാണ്. ലോഹാലേന കാ അർത്ഥ ക്യാ ഹെ? ലോഹാലേന എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സാമ്ന കർണ, സ്വതന്ത്ര കർണ, ബന്ദ് കർണ, പീछे കർണ. സാമ്ന കർണ നാം എതിർക്കുക, വെല്ലുവിളിക്കുക. അതുപോലെ സ്വതന്ത്ര കർണ സ്വതന്ത്രമാക്കുക. അടുത്തത് ബന്ദ് കർണ എന്ത് ചെയ്യുക? നമ്മളെ അടച്ചിടുക, തടങ്കലിടുക. അതുപോലെ പീछे കർണ ഫോളോ ചെയ്യുക. ഇവിടെ അതിൻ്റെ കറക്റ്റ് ലോഹാലേന എന്ന് കേൾക്കുമ്പോൾ തന്നെ സാമ്ന കർണ ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ആയിയെ മേരെ സാത്ത്. सच्चाई टूटे हुए पहियों का आश्रय ले से अपना क्या समझा? സത്യം ടൂട്ടേ ഹുയെ പഹിയകളെ, അതായത് പൊട്ടിത്തകർന്ന വീലിനെ ആശ്രയിക്കുന്നു എന്ന ആ ഒരു വാക്യത്തിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് അത് നിങ്ങൾ നേരത്തെ അവിടെ എഴുതിയ സെയിം കാര്യം തന്നെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഉറപ്പാണ്. ഈ 2 ലെസണിൻ്റെയും പ്രത്യേകത, 1-2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ ഒരുവിധം ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കതിന് ആൻസർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിഹാസ് കി ഗതി ഛൂട്ടെ മാർഗ് പർ ചലനെ ലഗത്തി ഹെ തോ സച്ചായി ടൂട്ടെ ഹുയെ പഹിയോം കാ ആശ്രയ ലേത്തി ഹെ. നാം നേരത്തെ എഴുതിയ അതേ ആൻസർ തന്നെയാണ്. അർത്ഥാത് ആജ്കൽ സംസാർ മേ മനുഷ്യത നഹീ ദേഖി ജാ സക്തി, മാനവ മൂല്യം കെ സംരക്ഷൺ സേ ഹി സംസാർ കി ഉന്നതി ഹോഗി. ഓക്കെ, നന്നായി മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇതിലെ ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾക്കും ഇതിൻ്റെ ഈ ഒരു രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. നോക്കൂ മക്കളെ, ടൂട്ടാ പഹിയ ബ്രഹ്മാസ്ത്രം സെ ലോഹ ലേ സക്താ ഹൂം, ഇസ്സെ ആപ്പിനെ ക്യാ സമझ? ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം ബ്രഹ്മാസ്ത്രങ്ങളോട് എന്ത് ചെയ്യുന്നു? സാമന കർത്താഹെ. ഇതിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അഭിമന്യു ശോഷിത് ജനസാധാരൺ കാ പ്രതീക ഹെ. അഭിമന്യു എന്ന് പറയുന്ന ശോഷിത് ജനസാധാരൺ, നാം നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ ഉന്നതിയിലുള്ള ആൾക്കാർ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്നു. ആ സാധാരണ ജനതയുടെ പ്രതീകമാണ് ഇവിടെ അഭിമന്യു. ടൂട്ടാ പഹിയ, ടൂട്ടാ പഹിയ എന്നത് പറയുന്നത് മാനവ മൂല്യങ്ങളുടെ പ്രതീകമാണ്. ഇതിൽ അങ്ങനെയുള്ള കുറേ പ്രതീകങ്ങളുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. അഭിമന്യു, ശോഷിത് ജനസാധാരൺ, ടൂട്ടാ പഹിയ, മാനവ മൂല്യം. മാനവീയ മൂല്യം കെ സംരക്ഷൺ സേ ഹി സംസാർ കി ഉന്നതി ഹോഗി. ഈ സെന്റൻസ് നാം പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൈ ടൂട്ടാ പഹിയ എന്ന കവിതയെക്കുറിച്ച് ഒരു ടിപ്പണി എഴുതാം. ഓക്കെ, देखिए മക്കളെ, ടിപ്പണി എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കൂ. ആധുനിക ഹിന്ദി സാഹിത്യಕ್ಕೆ പ്രമുഖ കവി ഹേ ധർമ്മവീര ഭാരതി. അതായത് ആദ്യം നാം എന്ത് ചെയ്യണം? കവിയെയും കവിതയെയും ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ കവിതയുടെ ആശയത്തിലേക്ക് ഇറങ്ങിപ്പോകാവൂ. ഓക്കെ, അപ്പോൾ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ ഒരു കവിയാണ് ധർമ്മവീർ ഭാരതി. ഉൻകി പ്രസിദ്ധ കവിത ഹേ ടൂട്ടാ പഹിയ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് ടൂട്ടാ പഹിയ. യഹ് മഹാഭാരത പ്രസംഗ ആധാർ പർ ലിഖി ഗയി. ഇത് മഹാഭാരത ഗ്രന്ഥത്തിൻ്റെ ആധാരത്തിൽ എഴുതിയിട്ടുള്ളതാണ്. കൗരവോനെ ചക്രവ്യൂഹ രച. ഇനി നാം കവിതയിലേക്ക് പോണു. കൗരവന്മാർ ചക്രവ്യൂഹം ഉണ്ടാക്കി. അഭിമന്യു ഉസ്കോ തോടിനെ നികലെ. അഭിമന്യു എന്ത് ചെയ്തു? അത് നശിപ്പിക്കാനായിട്ട്, അതിനെ പൊട്ടിച്ചെറിയാൻ, ആ ചക്രവ്യൂഹത്തെ പൊട്ടിച്ചെറിയാനായിട്ട് പുറപ്പെട്ടു. ഭയങ്കര യുദ്ധ ഹുവ. വളരെ വലിയ യുദ്ധം നടന്നു.
കൗരവോം കീ പരാജയ ഹുയി, കൗരവന്മാർ എന്ത് ചെയ്തു, തോറ്റു. തഫി കൗരവോനെ യുദ്ധക്കെ നിയമം കാ ഉല്ലംഘൻ കർക്കെ, തോറ്റപ്പോൾ കൗരവർ എന്ത് ചെയ്തു, യുദ്ധത്തിലെ നിയമങ്ങളെ ലംഘിച്ചു. ഉല്ലംഘൻ കർണ ലംഘിക്കുക, അതിന് വിരുദ്ധമായി എന്ത് ചെയ്തു, അഭിമന്യു പർ ആക്രമൺ കിയ, അഭിമന്യുവിനെ ആക്രമിച്ചു. ഉസ്കെ രഥ് ഓർ ധനുഷ് തോട് ദിയേ ഗയേ, ഉസ്കെ അഭിമന്യുവിൻ്റെ രഥവും ധനുഷും അമ്പും വില്ലും ഒക്കെ എന്ത് ചെയ്തു, തോട് ദിയേനും അവർ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടോ അഭിമന്യു തൽവാർ ലേക്കൽ യുദ്ധ കർണയിലേക്ക്, അഭിമന്യു എന്ത് ചെയ്തു, തൽവാർ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ രഥുക്കാ ടൂട്ടാ പഹിയ, രഥത്തിൻ്റെ ടൂട്ടാ പഹിയ ഉൻകേലിയെ ഠാൽത്ത, അത് പരിചയമില്ലാത്തതിന് പകരം ടൂട്ടാ ആ വീലിൻ്റെ പൊട്ടിയ കഷണമെടുത്ത് മറ്റേ കയ്യിൽ അഭിമന്യു പിടിച്ചു. വളരെ ശക്തമായി തന്നെ അഭിമന്യു തിരിച്ചടിച്ചു. പക്ഷേ എന്നാൽ അന്തമേം നിരായുധ അഭിമന്യു മാരാകയ, എന്നാൽ അവസാനം നിരായുധനായി നിന്ന അഭിമന്യുവെ എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു. അഗല പാരഗ്രാഫ് ദേഖിയേ, അഭിമന്യു ഓർ രഥചക്ര ദോനവും പ്രതീക ഹെ, ഇവിടെ അഭിമന്യുവും രഥചക്രവും രണ്ടും എന്താണ്, ഓരോ പ്രതീകങ്ങളാണ്. അഭിമന്യു ശോഷിത ജനസാധാരണ കാ പ്രതീക, ശോഷിത ജനസാധാരണത്തിൻ്റെ പ്രതീകമാണ്, ജനങ്ങളുടെ പ്രതീകമാണ് ഇവിടെ അഭിമന്യു. ടൂട്ടാ പഹിയ എന്ന് പറയുന്നത് മാനവീയ മൂല്യവും മാനവ മൂല്യങ്ങളുടെ പ്രതീകമാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഈ സെൻറ്റൻസ് ഒക്കെ നമുക്ക് അവിടെ എഴുതി ചേർക്കാൻ സാധിക്കും. മാനവീയ മൂല്യവും കെ സംരക്ഷൺ സേ ഹി സൻസാർ കി ഉന്നതി, ടീച്ചർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ സെയിം സെൻറ്റൻസ് ഇവിടെയും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യത്തിൽ ചേർക്കാമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ? യഹി കവി കാ മതലബ് ഹി, ഇതാണ് കവി അർത്ഥമാക്കുന്നത്. കവിതാക്കി ഭാഷ ഔർ ഭാവ് ഗംഭീർ ഹേ. അപ്പോൾ കവിതയെക്കുറിച്ചായാലും കഥയെക്കുറിച്ചായാലും നാം ഒരു ടിപ്പണി എഴുതുമ്പോൾ അവസാനം പ്രശംസനീയമായ ഒരു നിഷ്കർഷ അതിനകത്ത് കൊടുക്കണം. അതായത് കവിതാക്കി ഭാഷ ഓർ ഭാവ് ഗംഭീർ ഹേ, അങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞു വേണം ആ ടിപ്പണി നാം ഫിനിഷ് ചെയ്യാൻ, എൻഡിലെത്തിക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായി ഇത് മനസ്സിലായല്ലോ. അപ്പം നന്നായിട്ട് ഇത് വായിച്ചു നോക്കുക. ടീച്ചർ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു 3-4 സെൻറ്റൻസ് രണ്ടിതിലുമുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് ബൈഹേർട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് ഈ 2 ലെസണും ആൻസർ ചെയ്യാൻ സാധിക്കും. A+ സ്കോർ ചെയ്യാൻ സാധിക്കും. A+ എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക, ടീച്ചറിനോടൊപ്പം വരിക. നമുക്ക് തീർച്ചയായിട്ടും A+ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പാഠവുമായി ടീച്ചർ ഉടനെ എത്തുന്നതാണ്. ആ ടീച്ചറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ മക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേയും ക്ലാസ്സുകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ബച്ചോ, ധന്യവാദ്.